അരുൺ ശങ്കർ പറയൂ, മിനു മുനീറിനെ എന്തൊക്കെയാണ് വെളിപ്പെടുത്താനുള്ളത്? പരാതിയുമായി മുന്നോട്ട് പോകുമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി നടികളാണ് ഈ നടന്മാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്ന് മിനു മുനീർ 7ഓളം പേർക്കെതിരെയാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. അതിൻ്റെ അടുത്ത ഘട്ടമെന്നോണം പരാതിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെ മിനു മുനീറുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. എന്താണ് പരാതി നൽകിയോ ഈ അന്വേഷണ സംഘം ബന്ധപ്പെട്ടോ? അന്വേഷണ സംഘം മാഡമിനെ ബന്ധപ്പെട്ടു. ഉടനെ തന്നെ ലെറ്റർ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ലെറ്ററൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എല്ലാം ഒന്നായിട്ടാണ് ഡ്രാഫ്റ്റ് ചെയ്തത്. അപ്പോൾ മാഡം പറഞ്ഞു, അല്ല 7 പേരുണ്ടെങ്കിൽ 7 പേർക്കും 7ആയിട്ട് ഒരു കംപ്ലയിൻറ്റ് റെഡിയാക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് എഗെയിൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. അവരെനിക്ക് ഇമെയിൽ ഐ ഡി ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അയക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു സോ വിതിൻ ഇറ്റ് വിൽ ടേക്ക് അനദർ ഹാഫ് ആൻ അവർ. അതിപ്പം പരാതികളിലൊക്കെ തന്നെ പല സംഭവങ്ങൾക്കും സാക്ഷി ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ താങ്കൾ അന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ പേരും കൂടെ മെൻഷൻ ചെയ്തിട്ടാണോ പരാതി അയക്കുന്നത്, അതോ വെറും ഒരു പരാതിയാണ്? എന്താണ്? അല്ല, അവരുടെ പേര് മെൻഷൻ ചെയ്യും, കാരണം അത് തെളിവാണല്ലോ. അപ്പം ഇങ്ങനെ സംഭവം നടന്നപ്പം ഞാൻ ഈ കലണ്ടറിൽ വെച്ചാണ് ഞാൻ മണിയമ്പിളരാജ് ചേട്ടനെയും മുകേഷ് ചേട്ടനെയും പരിചയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഈ കലണ്ടറിൻ്റെ പ്രൊഡ്യൂസറോട് തന്നെ ഞാൻ അന്ന് ഈ കാര്യങ്ങൾ പുള്ളിയായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊഡ്യൂസർ ആരാണ്? സജി നന്ദിയാണ്. അദ്ദേഹമായിട്ട് ഞാനത് ഷെയർ ചെയ്തായിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഡാത്തടിയയിൽ നടന്നപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗായത്രി വർഷയെടുത്തും ഞാനത് ഷെയർ ചെയ്തിരുന്നു, മണിമുരളി രാജേട്ടൻ. ഈ ഒരു പരസ്യമായ പ്രതികരണത്തിന്, പരസ്യമായ വെളിപ്പെടുത്തലിന് ശേഷം ഇവരോട്ടൊക്കെ ബന്ധപ്പെട്ടോ? ഇല്ല, എനിക്ക് ടൈം കിട്ടിയില്ല. ബിസി വിത്ത് മീഡിയ എന്നുവരെ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ ലെറ്റർ ഡ്രാഫ്റ്റിങ്ങിൻ്റെ പുറകെയായിരുന്നു, കാരണം നമ്മൾ കറക്റ്റായിട്ട് എഴുതണമല്ലോ. എവിടെ വെച്ചാണ്, ഏത് ഇൻസിഡൻ്റ് ആണ്, വിച്ച് ഹോട്ടൽ, അതെല്ലാം കറക്റ്റായിട്ട് എഴുതണമല്ലോ. അതെല്ലാം ഓർമ്മയെടുത്തെല്ലാം എഴുതുകയാണ് ഇപ്പോൾ. ഇപ്പം താങ്കൾ ആരോപണം ഉന്നയിച്ച ആൾക്കാരൊക്കെ ഇപ്പം പറയുന്നത്, ഇപ്പം മണിമുരളി രാജ് പറയുന്നത് ഇതിനൊക്കെ പിന്നെ മറ്റു പലരുമാണ്. മുകേഷ് പറയുന്നത് എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന്. അതൊക്കെ കേട്ടപ്പോഴെന്താണ് തോന്നുന്നത്? അത് അവരുടെ സംശയമാണ്. എന്നെ പൊறுത്തവരെയ്ക്ക് ഞാനൊരു പൊളിറ്റീഷ്യനല്ല, ഞാനിപ്പോൾ സിനിമയിൽ സജീവവുമല്ല. ഞാൻ ഈ ഓൺലൈനിൽ ഈ ഇതെല്ലാം കണ്ടപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ഒരു അവരുടെ നല്ലൊരു ആക്ടിവിറ്റീസ് കണ്ടപ്പോഴും, അതുപോലെ തന്നെ പിണറായി സാറ് പറഞ്ഞല്ലോ, ഏതൊക്കെ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ അവർ മുന്നോട്ട് വരികയാണെങ്കിൽ എത്ര പ്രമുഖരാണെങ്കിലും അവർക്കെതിരെ ഞങ്ങൾ സ്ട്രോങ് ആക്ഷൻ എടുക്കുമെന്ന് പറയുകയും, പിന്നെ അവർക്ക് വേണ്ടി ഞങ്ങൾ 7 അംഗ ഒരു അംഗത്തെ ഞങ്ങൾ നിയമിച്ചു. അപ്പോൾ അവരോട് നിങ്ങൾക്ക് മൊഴികൾ പറയാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ ശരിക്കും എൻ്റെ കാര്യങ്ങൾ എനിക്കുണ്ടായ ഗ്രീവിയൻസ് ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ തനിയെ സ്വയം എടുത്തൊരു തീരുമാനമാണ്. കാരണം ഇത് നമ്മുടെ മനസ്സിൽ കിടന്ന് 13 വർഷമാണെങ്കിലും കിടന്ന് അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അതിൻ്റെ വിക്ടിം ഞാനായതാണല്ലോ. പക്ഷെ എനിക്ക് ഐ കുഡൻ ഷെയർ വിത്ത് എനിവൺ. ഇന്ന് വരെ ആരുടെ പറയാൻ പറ്റിയിട്ടില്ല. ഇത് പറയേണ്ട ഒരു സംഭവമല്ലല്ലോ. കാരണം സിനിമ ഫീൽഡ് ആയതുകൊണ്ട് എന്തിനാ സിനിമ പോയ സിനിമ നിർത്തുക അങ്ങനെയൊക്കെ പറയും ആരും. അത് പിന്നെ ഇനി പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്താൽ അവരെ അത് എങ്ങനെ എടുക്കും? ഇനി പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്താൽ ഇവർ കാശ് കൊടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് കേസ് ഒതുക്കുവോ? അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷനായിരുന്നു എനിക്ക്. വെറുതെ പോയി ചമ്മേണ്ടി വരുമോ? മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു അന്നൊക്കെ എനിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ബെറ്റർ ലീവ് ദിസ് പ്ലേസ്, കേരളത്തിൽ നിന്ന് പോയി കളയാം, നീ ഇവരുടെ ഒന്നും മുഖം കാണാനേ നിൽക്കണ്ട എന്ന് ഞാൻ പോയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി സബ്മിറ്റഡ് ടു ഗോഡ്. ദൈവമേ നീ ഇത് ഏറ്റെടുത്തോളണമേ. പിന്നെ ഞാനത് മറന്നേ പോയി, ഇങ്ങനൊരു സംഭവം മറന്നേ പോയി. പക്ഷെ ഇപ്പോൾ ഈ ഓൺലൈനിൽ ഇപ്പോൾ നടക്കുമ്പോൾ ഈ ഹേമ കമ്മിറ്റി ഇങ്ങനെയെല്ലാം കേട്ടപ്പോൾ ഓരോ കുട്ടികളൊക്കെ ഈ രേവതിയൊക്കെ കരഞ്ഞ് സംസാരിക്കുമ്പോൾ എനിക്കും കൂടെ കരയാൻ തോന്നി. കാരണം ഞാനും അതേപോലെ എനിക്ക് പ്രശ്നം ഉണ്ടായ ആളാണ്. അല്ല, പക്ഷേ ഈ താങ്കൾ പല ആരോപണം ഉന്നയിച്ചിട്ടുള്ള പലരും നല്ല സ്വാധീനമുള്ളവരാണ്. ഇപ്പോൾ മുകേഷ് സംസ്ഥാന MLA ആണ്, സംസ്ഥാനത്തുള്ള ഒരു MLA ആണ്. അദ്ദേഹം ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ പോലും അംഗമായിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വാധീനമുള്ള ആൾക്കാർക്കെതിരെ കൂടിയാണ്. അവരൊക്കെ ഈ അന്വേഷണ സംഘത്തെ സ്വാധീനിക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭയമുണ്ടോ? എന്നെ സംബന്ധിച്ച് ഞാനൊരു ദൈവവിശ്വാസിയാണ്. നീതിയുടെ കൂടെയാണ് ദൈവം ഉണ്ടാവുള്ളൂ. അപ്പം ആ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്ത് പുല്ല് പേടിക്കാൻ, അത്രയേ ഉള്ളൂ. എനിക്ക് ഒന്നിനെക്കുറിച്ചും പേടിയില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവം നീതിയുടെ കൂടെയും ന്യായത്തിൻ്റെ കൂടെയും സത്യത്തിൻ്റെ കൂടെയും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സത്യം ജയിക്കുക തന്നെ ചെയ്യും. ദൈവവിശ്വാസം മാത്രമാണ് ബലം. തീർച്ചയായിട്ടും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതും ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഈ ദുരിത നേരിട്ട അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നേരിട്ട സ്ത്രീകൾ തുറന്നു പറയാൻ തയ്യാറായതും കൂടിയല്ലേ ഇത്തരത്തിലൊരു സാഹചര്യം താങ്കൾക്ക് ഒരുക്കി തന്നത്?
അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്ലാറ്റ്ഫോം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇവരുടെ ഒരു ധൈര്യമായിട്ടുള്ളൊരു ഇടപെടലും അവർ ഫോർവേഡ് മുൻപോട്ട് വരികയും ചെയ്താണ് പ്ലാറ്റ്ഫോം. ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് പേടി, ഇപ്പം പറഞ്ഞല്ലോ MLA വലിയൊരു MLA ആണ്, അപ്പം പേടിയില്ലേന്ന് ചോദിച്ചതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. പേടിയില്ല. ദൈവം സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ ആയതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആരെയും പേടിയില്ല. കാരണം നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ വിറക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു കള്ളം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു വ്യക്തിയെ, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, അവരുടെ അഭിമാനത്തിന് കളങ്കപ്പെടുത്തുന്നവർ ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ ദൈവഭയമുള്ള ആളാണ്, നമുക്ക് പണി കിട്ടും.